عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. قال سيدنا محمد صلى الله عليه وسلم: خيركم മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. ഈ വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷ ശ്രേഷ്ഠർ, എൻ്റെ സുഹൃത്ത് അബ്ദുൽ ഹമീദ് ഫൈലി, ബഹുമാനപ്പെട്ട എൻ്റെ സതീർത്ഥ്യൻ സി കെ അബ്ദുറഹ്മാൻ ഫൈലി, അരിപ്രയുടെ ശിഷ്യനും കൂടിയായ മഹാനവറുകളെ, വളരെ മനോഹരമായ സ്വാഗത ഭാഷണം നടത്തിയ ജവാദ് മൂന്നിയൂർ, മറ്റു നേതാക്കളെ, ഭാവി വാഗ്ദാനങ്ങളും ജാമിയ സന്തതികളാകാൻ പോവുകയും ചെയ്യുന്ന എൻ്റെ കൊച്ചനുജന്മാരെ, മുതഅല്ലിം സുഹൃത്തുക്കളെ, നബൈത്തുൽ ഇഅ്തികാഫ ഫീ ഹാദൽ മസ്ജിദി ലില്ലാഹി തആല എന്ന നിയ്യത്തോടുകൂടെ ഞാനും നിങ്ങളും റബ്ബിൻ്റെ ഭവനത്തിൽ നിലകൊള്ളുക. നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മൺമറഞ്ഞു പോയവർക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇസ്ലാം എന്തു പറയുന്നു? മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു? ഇതാണ് നമ്മുടെ പ്രമേയത്തിൻ്റെ കാതൽ. വിശുദ്ധ ഖുർആൻ ആലു ഇമ്രാനിലെ 118 ആയത്ത് മുതൽ ഒന്ന് ശ്രദ്ധിക്കുക. യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, ലാ തത്തഖിദൂ ബിതാനതൻ, നിങ്ങളുടെ ഉള്ളുകള്ളികളെ നിങ്ങൾ വെളിവാക്കരുത്. നമ്മുടെ രഹസ്യങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ അത് നിങ്ങൾ വെളിവാക്കരുത്. മിൻ ദൂനിക്കും, മറ്റുള്ളവർക്ക്, നിങ്ങളല്ലാത്തവർക്ക്. അപ്പോൾ ഇസ്ലാം എന്ന സുഭദ്രമായ ഈ പ്രസ്ഥാനത്തിൻ്റെ ഉള്ളുകള്ളികൾ മറ്റുള്ളവരുടെ മേൽ നിങ്ങൾ വെളിവാക്കരുത്. എന്താണ് അതിൻ്റെ കാരണം? വെളിവാക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ലാ യഅലൂനകും ഖബാല, നിങ്ങൾ ആ ഉള്ളുകള്ളികളൊക്കെ വെളിവാക്കിയാൽ, ലാ യഅലൂനക്കും, നിങ്ങൾക്ക് അവർ വീഴ്ച വരുത്തൂല. ഖബാല, ശക്തമായ നാശം വരുത്തുന്നതിൽ ഒരു വീഴ്ചയും വരുത്തൂല. അപ്പം നമ്മുടെ ഉൾക്കള്ളികളൊക്കെ അറിഞ്ഞാൽ ഇവരിങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇവരിത്രേ ഉള്ളൂ എന്നുള്ള രീതിയിൽ അതിനെതിരെയുള്ള പുറപ്പാട് ആസൂത്രിതമായി അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. വദ്ദു, അവർ ആഗ്രഹിക്കും, മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളെ. എങ്ങനെയെങ്കിലും നല്ല പദ്ധതികളുമായി വല്ലതും വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്ലാമികമായ വിശ്വാസമല്ലാത്ത ആളുകളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും എന്താകും? അവർ നടത്തും. നിങ്ങൾക്ക് പ്രയാസമുള്ളതിന് അവർ ആഗ്രഹിക്കും. ഖദ് ബദത്തിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായയിലൂടെ വിദ്വേഷം തീർച്ചയായിട്ടും വെളിവായിരിക്കുന്നു. ഒരൊറ്റ ഉദാഹരണം, നമ്മുടെ ഈ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ചെറുകര കഴിഞ്ഞാൽ ഏലംകുളം പഞ്ചായത്തിലും ആലിപ്പറമ്പ് പഞ്ചായത്തിലും ഉൾപ്പെട്ട ഒരു മലയാണ് ചേലാമല. ആ മലയുടെ മുകളിലാണ് അലിഗഡ്. ആ അലിഗഡ് ഇവിടെ വരുന്നത് മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ താല്പര്യമാണ്. അതിനുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. ആ പ്രഖ്യാപനം നടത്തിയപ്പോൾ പരമാവധി അത് ഇവിടെ വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടന്നു. അതിനിവിടെ
ഇല്ലായ്മ ചെയ്യണം. അതിന് എല്ലാവിധ പരിപാടികളും, പക്ഷെ ശക്തമായ സമ്മർദ്ദവും സമരവും നേരിട്ടു, അങ്ങനെ നടത്തി, അങ്ങനെ അത് വന്നു. ഇപ്പോഴും അത് ഒഴിവാക്കുന്ന, ഇവിടെ നിന്നും മാറ്റുന്ന അതിൻ്റെ പ്രവർത്തനങ്ങളുമായി കുറച്ചാളുകൾ ഇന്നത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ സമീപത്ത് ചെന്ന സമയത്ത് അതിപ്പോ അലിഗഡ് ഇപ്പൊ ഇല്ലാതെയാക്കാൻ പോകുകയല്ലേ എന്നുള്ള ഒരു രീതിയിലുള്ള കമന്റാണ്, ഒരു പ്രസ്താവനയാണ് അവരിൽ നിന്നും കിട്ടിയത് എന്ന് ഉത്തരവാദപ്പെട്ട ആളുകൾ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. എന്തൊക്കെ പ്രയാസമുണ്ടോ അത് അവരാഗ്രഹിക്കുന്നുണ്ട്. ഖദ് ബദതിൽ ബഗ്ളാഉ മിൻ അഫ്വാഹിഹിം, അവരുടെ വായയിലൂടെ വിദ്വേഷം തീർച്ചയായിട്ടും വെളിവായിരിക്കുന്നു. വായയിലൂടെ മുസ്ലിം സമുദായത്തെ ലോകരംഗത്ത് നാം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എന്തൊക്കെ വായയിലൂടെ തോന്നിയാസങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ദിനപത്രത്തിലൂടെ ഒരാൾ എഴുതിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരാളും പറയാത്ത രീതിയിലുള്ള എഴുത്തുകളാണ് വന്നത്. ഇങ്ങനെയുള്ള സംഗതികൾ വളർന്നിരിക്കുന്നവരുടെ വായയിലൂടെ വിദ്വേഷം വെളിവായിരിക്കുന്നു. വമാ തുഖ്ഫി സുദൂറുഹും അക്ബർ, എന്നാലോ അവരുടെ ഹൃദയത്തിൽ രഹസ്യമാക്കി വെച്ചത് അക്ബർ, ഏറ്റവും വലുതാണ്. ഇസ്മു തഫ്ളീലാണ്, വലുതാണ്. അവ പറയുന്നതിനേക്കാൾ കൂടുതൽ ഈ സമൂഹത്തെ നശിപ്പിക്കാൻ, ഇല്ലായ്മ ചെയ്യാനുള്ള ഗൂഢപദ്ധതികൾ നടത്തുന്നുണ്ട്. ഖദ് ബയ്യന്നാ ലക്കുമുൽ ആയാത്തി, തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാം അടയാളങ്ങളെ വ്യക്തമാക്കി തരാം. ഇങ്ങനെയാണ് സംഗതിന്റെ തൂക്കം ഇങ്ങനെയാണ് എന്ന് നമ്മൾ വ്യക്തമാക്കി തരുന്നു. ഇൻ കുന്തും തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി. ഹാ അൻതും ഉലായി തുഹിബ്ബൂനഹും, ഏ മുഅ്മിനുകളെ നിങ്ങൾ അവരെ ഇഷ്ടം വെക്കുന്നു. വലാ യുഹിബ്ബൂനക്കും, നിങ്ങളെ അവർ ഇഷ്ടം വെക്കുന്നില്ല. അതല്ലേ രസം. സൗഹൃദവും മൈത്രിയുമൊക്കെ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബിക് കോളേജിന്റെ തൊട്ടടുപ്പുറത്തെ സ്ഥലമാണല്ലോ ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദിന്റെ നാമധേയത്തിലുള്ള ഒരു സ്ഥാപനം, നാട്ടിക ഉസ്താദ് ഉണ്ടാക്കിയ ഒരു സ്ഥാപനം. ചമ്മാണിയോട് എല്ലാ സമ്മേളനത്തിലും മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ പങ്കെടുക്കാറുണ്ട്. നാട്ടിക ഉസ്താദും ഹൈദർ അലി തങ്ങളും ഒരു ബന്ധമുണ്ട്. പൊന്നാനിയിൽ വെച്ച് ഷെയ്ഖുന കെ അബ്ദുള്ള ഉസ്താദിന്റെ കൂടെ പഠിച്ചങ്ങളാണ്, സതീർത്ഥ്യരാണ്. പക്ഷെ തങ്ങൾ പാപ്പ എന്നും പോകുന്ന ആ പദ്ധതി, അന്നത്തെ ആ സമ്മേളനം മാറ്റിവെച്ചു. ആർക്കു വേണ്ടി? കൊല്ലത്ത് പറവൂരിൽ വെടിക്കെട്ട് അപകടത്തിൽപ്പെട്ട് മരിച്ചവരെയും കുടുംബങ്ങളെയും സന്ദർശിക്കാൻ വേണ്ടി മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സഹോദരൻ, ഇന്ന് നമ്മെ നയിക്കുന്ന നമ്മുടെ നായകർ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഹെലികോപ്റ്ററിൽ പുറപ്പെട്ടു. ആശ്വാസ വചനങ്ങൾ നൽകി. നമ്മുടെ സ്വഭാവം അത് തന്നെയാണ്. അത് നമ്മൾ നിലനിർത്തണം. നമ്മുടെ ടൈപ്പ് അങ്ങനെയാണ്. നമ്മുടെ ടൈപ്പ് അങ്ങനെയാണ്. തുഹിബ്ബൂനഹും, നിങ്ങൾ അവരെ ഇഷ്ടം വെക്കുന്നു. പക്ഷേ വലാ യുഹിബ്ബൂനക്കും, നമ്മൾ നൽകുന്നതിനനുസരിച്ചു കൊണ്ടുള്ള തിരിച്ചുള്ള സ്നേഹം അവരിൽ നിന്നും നമുക്ക് കിട്ടുന്നില്ല. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലി, എല്ലാ വേദങ്ങളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നു. ഖുർആനിന്റെ മുമ്പ് കഴിഞ്ഞുപോയ വേദങ്ങൾ ഒന്ന് പറയൂ. തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഇതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. മറ്റു പ്രവാചകന്മാർക്ക് നൽകിയ ഏടുകളെ കൊണ്ടും നിങ്ങൾ വിശ്വസിക്കുന്നു. വഇദാ ലഖൂക്കും, നിങ്ങൾ അവർ കണ്ടുമുട്ടിയാൽ ഖാലൂ ആമന്നാ, ഞങ്ങൾ മുഅ്മിനീങ്ങളാ, ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ നിങ്ങളൊപ്പമാണ്, നിങ്ങൾ ആളുകളാണ്. വൈദാ ഖലൂ, അവർ പിന്തിരിഞ്ഞാലോ അല്ലു അലൈക്കുമുൽ അനാമില മിനൽ ഗൈൽ, ദേഷ്യം കാരണത്താൽ വിരല് കടിക്കും. ഇവര് വളർന്നു പോകും, ഇവര് കുറെ മെച്ചായി, സ്ഥാപനങ്ങളായി, കോളേജുകളായി എന്നുള്ള രീതിയിൽ അവർ വിരലുകൾ കടിക്കുന്നു. ഉൽ നബി, ഞങ്ങൾ പറയണം, മൂത്തൂബി ഗൈലിക്കും, നിങ്ങളുടെ ദേഷ്യം കൊണ്ട് നിങ്ങൾ ചരമമടഞ്ഞോളൂ. ഇന്നല്ലാഹ അലീമും ബിദാത്തി സുദൂർ, അല്ലാഹു തആല ഹൃദയത്തിലുള്ളതിനെ മുഴുവനും അറിയുന്നവനാണ്. ഹൃദയത്തിലുള്ളതിനെ അല്ലാഹ് അറിയും. നിങ്ങളെ പണി നിങ്ങൾ എടുത്തോളിയും.
എന്ന് അവരോട് പറയുക. ഇനിയോ ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്കൊരു നന്മ ബാധിച്ചാൽ അവർക്ക് പ്രയാസമാണ്. ഇപ്പൊ ഇറാഖിൽ അക്രമമുണ്ടാക്കി. ഇറാഖിൽ പെട്രോൾ ഡീസൽ രംഗത്ത് വളരെ സജീവമായിരുന്നു. ആ നാടൊന്ന് ഭേദപ്പെട്ട് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ അട്ടിമറി നടത്തി. ആ ഖേദം ഇപ്പോഴടുത്താണ് ടോണി ബ്ലെയർ പറഞ്ഞത്, ഞങ്ങൾ ഇറാഖിൽ ആക്രമിച്ചത് തെറ്റായി പോയി. ഒരു രാജ്യം പുരോഗതിയിലാകുമ്പോൾ അതിനെ തടുത്തു മാറ്റുക. ഈ അടുത്താണ് ബരാഖ് ഒബാമ, അമേരിക്കയുടെ പ്രസിഡന്റ്, ലിബിയയിൽ ഞങ്ങൾ ആക്രമിച്ചത് തെറ്റായി പോയി. വിശുദ്ധ ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലാണ് ബഹുമാനപ്പെട്ട കേണൽ ഗദ്ദാഫിയെ വെടിവെച്ചു കൊന്നത്. കഴുത്തറുത്തതോ ബലികർമ്മം നടത്തുന്ന ആ ദിവസമാണ് സദ്ദാം ഹുസൈനെ അറുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്. ഇപ്പോൾ ഞങ്ങൾ ചെയ്തതൊക്കെ അബദ്ധമായി പോയി എന്ന് 10 കൊല്ലം കഴിഞ്ഞ് അവർ തിരിച്ചു പറയുന്നു. അതെ, ഈ സമൂഹം ഇൻ തംസസ്കും ഹസനത്തുൻ തസുഉഹും, നിങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചാൽ, നിങ്ങൾക്ക് വല്ല നന്മകളും പിടികൂടിയാൽ തസുവും, അവർക്ക് വലിയ വിഷമാണ്. വഇൻ തുസിബുക്കും സയ്യിഅത്തുൻ, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളും പിടികൂടിയാലോ എത്തിയാലോ യഫ്റഹു ബിഹാ, അവർ സന്തോഷിക്കും. ഒരു സർവകലാശാല കൊടുക്കാൻ കഴിഞ്ഞില്ല, എന്റെ പേന കൊണ്ട് ഞാൻ അത് പൂഴ്ത്തിവെച്ചു, ഞാൻ ഈ ഉമ്മത്തിന് നൽകേണ്ട, മുസ്ലിം സമുദായത്തിന് നൽകേണ്ട ബില്ലുകളിൽ തടയിട്ടു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആളുകൾ പഠിക്കാൻ വന്നപ്പോൾ അവർ യതീംഖാനകളിലും മറ്റും പഠിക്കുന്ന തടയാനുള്ള ബില്ലിന് ഞാൻ മുന്നിൽ നിന്നു എന്ന് പറയുന്നു. അത് യഫ്റഹു ബിഹ, ഈ സമൂഹത്തെ പ്രയാസമുണ്ടാകുമ്പോൾ അവർ സന്തോഷിക്കുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഇസ്ലാം എന്ത് പറയുന്നു, മുസ്ലിങ്ങൾ എവിടെ നിൽക്കുന്നു? അപ്പൊ ഇസ്ലാമിനെതിരെ ഇതൊന്നും നല്ല തുടങ്ങിയതല്ല. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചപ്പോ തന്നെ ആർക്ക് ശത്രുണ്ട്? ഇസ്ലാമിന് ശത്രുണ്ട്. സുജൂദ് ചെയ്യാൻ പറഞ്ഞില്ലേ? പറഞ്ഞപ്പോ ആര് സുജൂദ് ചെയ്തില്ല? ശൈത്താൻ സുജൂദ് ചെയ്തില്ല. അപ്പൊ അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണ്ട? നമ്മളൊരു ബേജാറും വേണ്ട. ഇൻ തസ്ബിറു, നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ ക്ഷമിക്കുക. അതാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഉലമാക്കൾ നമുക്ക് കാണിച്ചു തന്നത്. ക്ഷമയുടെ നമ്മുടെ ബാബരി മസ്ജിദ് തകർത്തി തരിപ്പണമാക്കി ഒരു സംഘം ഫാസിസ്റ്റുകൾ ഈ നാട്ടിലെ ഹിന്ദുക്കൾ മുഴുവനും അങ്ങനെ ആക്രമിച്ചു എന്ന് നമ്മൾ പറയുന്നില്ല. കാരണം ഇന്ത്യയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ശങ്കർ ദയാൽ ശർമ്മയും KR നാരായണൻ സാർ പോലെയുള്ള ആളുകളൊക്കെ അവർ അപലപിച്ചു. ഇതിനെ എതിർത്തു പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. ആ സമയത്ത് എന്തു ചെയ്യും? കേരളം ഒരു കത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോൾ പാണക്കാട് സെയ്ദ് ഉമർ അലി ശിഹാബ് തങ്ങളും SYSന്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ ബഹുമാനപ്പെട്ട ഷെയ്ഖുന, ഇന്ന് നമ്മെ നയിക്കുന്ന നമ്മുടെ ആദരണീയനായ ജനറൽ സെക്രട്ടറി, ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ, ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദും കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ശാന്തി യാത്ര നടത്തി. പരിക്ക് പറ്റിയ സമുദായത്തിലുള്ള നേതാക്കന്മാർ അത് ക്ഷമയുടെ സന്ദേശങ്ങൾ സമർപ്പിച്ചു. അതാണ് പക്വമതികളായി നമ്മുടെ ഇടപെടലുകൾ നടത്തുക. നിങ്ങൾ തഖ്വയുള്ളവരാകണം. ഈ 2 സംഗതികൾ, ക്ഷമയും തഖ്വയും ഉണ്ടെങ്കിൽ ലാ യളുറുക്കും കൈദുഹും ഷൈഅ, നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല, അവരുടെ ഒരു ചതിയും നിങ്ങളെ ബുദ്ധിമുട്ടാക്കൂല. ഇന്നല്ലാഹ ബിമാ യഅമലൂന മുഹീത്ത്, അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് അല്ലാഹു തആല അറിയുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു നമ്മെ അറിയിക്കുകയാണ്. അപ്പോൾ ഇസ്ലാമിന്റെ ഒരു സംഗതിയാണ് ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സന്ദർഭത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി, നമ്മളൊരു കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെ നമ്മളാകണം. കപ്പൽ യാത്ര ചെയ്യുന്ന ആളുകളെ പോലെ നമ്മൾ ആയി മാറണം. അങ്ങനെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകും. ഏത് സാഹചര്യങ്ങളെയും ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമ്മെ അറിയിച്ചു. സൂറത്ത് അൽ ഹാഖ എന്ന സൂറത്തിൽ ഇന്നാ ലമ്മാ തഗൽ മാഉ 11-ാമത്തെ ആയത്ത്. ഇന്നാ ലമ്മാ തഗൽ മാഉ,
വെള്ളം കയറിയപ്പോൾ ഹമൽനാക്കും ഫിൽ ജാരിയ, കപ്പലിൽ നിങ്ങളെ നാം ചുമന്നു. നിങ്ങളെ കപ്പലില് നമ്മൾ വഹിച്ചു. നിങ്ങളെ എന്നാ പറഞ്ഞത്, നമ്മളെ. ഈ കപ്പൽ ആരുടെ കാലത്തുണ്ടായ കപ്പലാണ്? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തുള്ള കപ്പലാണ്. ആ കപ്പലിൽ നമ്മളുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നമ്മളുണ്ട്, നമ്മുടെ ഉപ്പാപ്പന്മാരുണ്ട്, ഉമ്മാമ്മമാരുണ്ട്. ബാക്കിയുള്ളതും മുഴുവനും, ലോകം മുഴുവനും പ്രളയത്തിലായി. അന്ന് ആ കപ്പലിൽ രക്ഷപ്പെട്ട ആളുകളുടെ പേരമക്കളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മുൻഗാമികൾ എന്തായിട്ടുണ്ട്? അല്ലാഹു തആല കപ്പലിൽ രക്ഷപ്പെടുത്തിന. അത് എന്തിനാണ്? നജ്അലഹാ ലക്കും തദ്കിറ, നിങ്ങൾക്കതിനെ നാം ഓർമ്മപ്പെടുത്തുക, നിങ്ങളതൊന്ന് ചിന്തിക്കാൻ വേണ്ടി, അതിനെ നാം ആക്കി നിങ്ങളൊന്ന് ഓർമ്മിക്കാൻ വേണ്ടി. വതഅയ്യഹ ഉദുനും വാഇയ, നിങ്ങളുടെ കാത് ശ്രദ്ധാപൂർവം അതൊന്ന് ഉൾക്കൊള്ളാൻ വേണ്ടി. അപ്പൊ നിങ്ങളെ നമ്മൾ എന്തായിട്ടുണ്ട്? അന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എവിടെ? കപ്പലിൽ വെച്ച് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ആ കപ്പലിൽ യാത്ര തുടർന്നത് ഏത് മാസത്തിലാണെന്ന് അറിയോ നിങ്ങള്? കപ്പൽ ജൂതി പർവ്വതത്തിൽ നങ്കൂരം വിട്ടത് ഏത് മാസത്തിലാണ്? മുഹറം എത്ര? 10. മുഹറം 10. പക്ഷെ ആ കപ്പലിൽ ആളുകളെ കയറ്റിയത് ഈ മാസം ഏതാണ്? റജബ് മാസമാണ്. ആ മാസത്തിലാണ് കപ്പലിൽ ആളെ കയറ്റുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ കയറി, എന്നിട്ട് റജബ് മാസത്തിൽ. എന്നിട്ട് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആളുകളോട് നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചു, നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചു. മഹാനവറുകൾ നോമ്പ് നോറ്റു. ബഹുമാനപ്പെട്ടവർ ഇന്ന റജബ, അറിയുക, ഇന്ന റജബ, തീർച്ചയായിട്ടും റജബ് മാസം, മിനൽ അഷ്ഹറുൽ ഹുറും, ആദരണീയമായ മാസങ്ങളിൽപ്പെട്ടതാണ്. വഫീഹി ഹമലല്ലാഹു നൂഹൻ ഫിസ് സഫീനതി, ആ മാസത്തിലാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കപ്പലിലേക്ക് കയറ്റിയത്. ഫസാമഹു നൂഹും ഫിസ് സഫീനതി, അതേ റജബ് മാസമാണ്. ആ മാസത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ വെച്ച് നോമ്പ് നോറ്റു. വഅമറ മൻ കാന മഅഹു ബിസിയാമിഹി, അതെ, അതിലുള്ള ആളുകളോട് നോമ്പ് നോൽക്കാൻ കൽപ്പിക്കുകയും ചെയ്തു. ഫഅൻജാഹുമുല്ലാഹു തആല, അല്ലാഹ് അവരെ രക്ഷപ്പെടുത്തി. മുങ്ങുന്നതിൽ നിന്നും അവരെ കാവൽ നൽകി. കുഫറിൽ നിന്നും ഭൂമിയെ ശുദ്ധമാക്കി. അത് എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും, തൂഫാന് കൊണ്ടുള്ള എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും ഭൂമിയാണ് ശുദ്ധമാക്കി എന്ന്. അപ്പൊ അല്ലാഹ് രക്ഷപ്പെടുത്തിയതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, കപ്പലില് കപ്പിത്താൻ, നമ്മളൊക്കെ ഓരോരുത്തരും കപ്പൽ യാത്ര ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളൊക്കെ കപ്പിത്താനാകണം എന്നാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്. അഹ്കമിസ് സഫീനത, കപ്പലിനെ നീ നിയന്ത്രിച്ചോ. ഫഇന്നൽ ബഹറ അമീഖ്, സമുദ്രം ആഴം കൂടിയതാണ്. അപ്പൊ കപ്പിത്താന്മാരാണ് നമ്മൾ. കടലിൽ എപ്പോഴും ഇസ്ലാമിനൊരു ശാന്തത ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിനെ നിലനിർത്തേണ്ടതും അതിനെ വളർത്തേണ്ടതും അതിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ടതും അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? ഒരു സമൂഹത്തെ നയിക്കുന്ന നായകന്മാർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അവർ നിർവഹിക്കേണ്ടതുണ്ട് എന്ന കാര്യമാണ് ഞാൻ നിങ്ങളെ ഉണർത്തുന്നത്. അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ഈ സമൂഹത്തെ, കടലിലാകുമ്പോൾ കൊടുങ്കാറ്റുണ്ടാകും, കടലില് പാറക്കൂട്ടങ്ങളുണ്ടാകും. ഹിമക്കട്ടകളുമായി കൂട്ടിമുട്ടി തകർന്ന ഒരു കപ്പലുണ്ടായിരുന്നു. ആ കപ്പലിന്റെ പേരറിയോ? എന്താണ്? ടൈറ്റാനിക്. ഒരിക്കലും തകരാത്തത് എന്നാണ് കപ്പലിന്റെ പേര്. ഒരിക്കലും തകരാത്തത് എന്നാ. മഞ്ഞ് കട്ടകളെ നിസ്സാരവൽക്കരിച്ചു. ഒന്നും പറ്റൂലെന്ന് കരുതി ആ മഞ്ഞ് കട്ടകളുമായി കൂട്ടിമുട്ടിയാണ് തകർന്നത്. അപ്പോ നമുക്ക് ഇന്ത്യയിൽ, ലോകത്ത് ഇസ്ലാം ഇവിടെ ഒരു കപ്പലിൽ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ധൃതിയുണ്ടോ? തിരക്കുണ്ടോ?
അതാണല്ലോ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നമ്മൾ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത് കപ്പലിൻ്റെ ഫോട്ടോ ആണ്. കപ്പൽ നല്ലോണ്ട് അവിടെ. വലിയ തങ്ങൾപ്പാപ്പാൻ്റെ പേരിൽ വലിയ കപ്പലാണ്, എല്ലായിടത്തും കപ്പലാണ്. അപ്പോൾ ആ കപ്പലിൽ നമ്മൾ സഞ്ചരിക്കുന്ന സഞ്ചാരികളെ പോലെ ആകണം. അതാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. അവിടെയാണ് ഇസ്ലാം നിൽക്കുന്നത്. നമ്മൾ എന്ത് വിട്ടുവീഴ്ച ചെയ്യുക, നമ്മൾ ക്ഷമിക്കുക, നമ്മൾ മാതൃകാപരമായ ജീവിതം നയിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിന് അല്ലാഹു തആല നമ്മോട് പറയുന്നത്, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത് നമ്മുടെ വ്യക്തിത്വവും വിധേയത്വവും എന്നുള്ളതാണ്. നമ്മുടെ വ്യക്തിത്വം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, അലം തറ അന്നല്ലാഹ അൻസല മിനസ് സമാഇ മാഅ. അല്ലാഹു തആല ആകാശത്തു നിന്നും മഴയെ ഇറക്കി തരുന്നു. ഇത് നബിയെ അങ്ങ് കാണുന്നില്ലേ? ഇപ്പൊ മഴയില്ല, ഇപ്പൊ വേനലാണ്, കൊടും ചൂടാണ്. അല്ലാഹു തആല സമൃദ്ധമായ മഴ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇസ്തിഗ്ഫാർ ചൊല്ലിക്കോളിം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, നല്ല മഴ കിട്ടും, ഏത് പ്രതിസന്ധികൾക്കും പരിഹാരമാണ് ഇസ്തിഗ്ഫാർ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചു. ഫഅഖ്റജനാ ബിഹി, ആ മഴ കാരണമായിട്ട് നാം പുറപ്പെടുവിച്ചു സമറാത്തിൻ, പഴവർഗ്ഗങ്ങളെ, മുഖ്തലിഫൻ അൽവാനുഹ, അതിൻ്റെ നിറങ്ങൾ എന്തുണ്ട്? വ്യത്യാസമുണ്ട്, നിറവ്യത്യാസമുണ്ട് ഇല്ലേ? ഒരാൾ വത്തക്ക വാങ്ങി, വത്തക്കൻ്റെ പുറത്ത് പച്ചയാണല്ലോ, അങ്ങനെ കൊണ്ടുവന്ന് നോക്കുമ്പോൾ എന്താണ്? ഉള്ളിൽ ചോപ്പാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ പഹയന്മാര് ഇതിൻ്റെ ഉള്ളിലും കടന്നിട്ടുണ്ടോന്ന്. പഴം എന്ന് പറഞ്ഞിട്ട് എന്തായി കൊടുത്തു, പഴം കൊടുത്തു നോക്കുമ്പോൾ പച്ചക്കൊല എടുക്കണത്, പച്ച വേണ്ടാറുണ്ട്. ഉസ്താദെ ഇത് പച്ചല്ല, ഇത് പഴുത്തതാണ്. അപ്പൊ പഴവർഗ്ഗങ്ങളിൽ എന്തുണ്ട്? വ്യത്യസ്ത അൽവാനുഹ, അതിന്റെ നിറങ്ങൾ വ്യത്യാസമുണ്ട്. ഒരു പഴത്തിന്റെ പേര് പറയൂ, ഏതെങ്കിലും ഒരു മാങ്ങ അല്ലേ? അതെ, മാങ്ങ. പിന്നെ ചക്ക, പിന്നെ തേങ്ങാപ്പഴം, തണ്ണിമത്തൻ, അത് പറഞ്ഞു. അതെ, ആപ്പിള്, ഓറഞ്ച്, ഇങ്ങനെയുള്ള മുന്തിരി, ഇങ്ങനെയുള്ള വിവിധ രീതിയിലുള്ള വിവിധ നാടുകളിലുള്ള ഈത്തപ്പഴങ്ങൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പഴങ്ങൾ. ആ പഴങ്ങൾക്കൊക്കെ എന്തുണ്ട്? വ്യത്യസ്തമായ കളറുണ്ട്. നിങ്ങൾ പിന്നെ മക്കത്ത് പോകണം, നിങ്ങൾക്ക് പഴത്തിന്റെ പൂജ്യം തീരണമെങ്കിൽ മക്കത്ത് പോയാൽ, മദീനത്ത് പോയാൽ, ആ മരുഭൂമിയിൽ, ആ സ്ഥലങ്ങളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള പഴവർഗ്ഗങ്ങൾ മുഴുവനും കാണും. ഇൻഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ പർവ്വതങ്ങളിൽ പഴങ്ങളിൽ വ്യത്യസ്തമായ പഴങ്ങളുണ്ട്. വമിനൽ ജിബാലി ജുദദുൻ, പർവ്വതങ്ങളുടെ കൂട്ടത്തിലുണ്ട് വ്യത്യസ്തതയുള്ള പർവ്വതങ്ങൾ. ഏതൊക്കെ? ബീളുൻ, വെള്ളപ്പർവ്വതങ്ങൾ. ചില സ്ഥലത്ത് കൂടെ സഞ്ചരിക്കുമ്പോൾ, കശ്മീരിലൂടെ സഞ്ചരിക്കുമ്പോൾ, അതുപോലെയുള്ള ഇസ്രായേൽ ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഈജിപ്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഒമാനിലൂടെ ചില ഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണുന്ന പർവ്വതം ബീളുൻ, വെളുത്ത പർവ്വതം. വഹുംറുൻ, ചുവന്ന പർവ്വതം. മുഖ്തലിഫുൻ അൽവാനുഹ, നിറവ്യത്യാസമുണ്ട്, നിറങ്ങൾ വ്യത്യാസമുള്ള പർവ്വതങ്ങൾ. വഗറാബീബു സൂദ്, കറുകറുത്ത പർവ്വതങ്ങൾ. പല രീതിയിലുള്ള പർവ്വതങ്ങളുണ്ട് പർവ്വതങ്ങളുടെ കൂട്ടത്തിൽ. വമിനന്നാസി വദ്ദവാമി വദ്ദവാബി വൽ അൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക്. മനുഷ്യരുടെ കൂട്ടത്തിലും മൃഗങ്ങളുടെ കൂട്ടത്തിലും കാലികളുടെ കൂട്ടത്തിലും ഇപ്രകാരം തന്നെ നിറവ്യത്യാസമുണ്ട്. മനുഷ്യരുടെ കൂട്ടത്തിലും ഹമീദ് ഉസ്താദൊക്കെ പണ്ടുങ്ങൾ കാണുകയാണെങ്കിൽ കൊടന്റെ മാതിരിയായിരുന്നു. ഇപ്പൊ ആള് എന്തായിട്ട് നല്ല വെളുപ്പാ. പണ്ട് അങ്ങനെയല്ല, അങ്ങനെ തന്നെ അല്ലേ? അതെ അതെ, ഇന്റതും തന്നെ, ഇന്റെ കളറും കൊടന്റെ മാതിരിയായിരുന്നു. ഈ കൂട്ടത്തിൽ തന്നെ ആളുകൾ പല വ്യത്യാസമല്ലേ? അത് വ്യത്യാസമുണ്ട്, പല രീതിയിലുണ്ട്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ സംഗതിയാണ്. അതേ വഗറാബീബ് സൂദ്, അത് കറുകറുത്ത പർവ്വതങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യരുത്? ആളുകളുടെ കളറിനല്ല പ്രാധാന്യം. ലാ ഫളില ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ അജമിയ്യിൻ അലാ അറബിയ്യിൻ വലാ അഹ്മറ അലാ അസ്വദ വലാ അസ്വദ അലാ അഹ്മറ. അതെ, അറബിക്കോ അനറബിക്കോ ഒരു സ്ഥാനമില്ല, കറുത്തവനോ വെളുത്തവനോ ഒരു സ്ഥാനമില്ല. തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നോ അവർക്കാണ് സ്ഥാനം എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിരിക്കുന്നു.
ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ. ഇന്നമാ യഖ്ഷല്ലാഹ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ, മിൻ ഇബാദിഹി, അവന്റെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന്, അൽ ഉലമാ, ഉലമാക്കൾ മാത്രമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അപ്പൊ ഇൽമുള്ള എങ്കിൽ അള്ളാഹ്നെ നല്ലോണം പേടിയുണ്ടാവും. ഇന്നല്ലാഹ അസീസുൻ ഗഫൂർ, അല്ലാഹു തആല യോഗ്യനാണ്, അല്ലാഹു തആല പുറത്തു തരുന്നവനുമാണ്. അപ്പൊ ഇൽമിന്റെ ആളുകളായിട്ട് മാറുക, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരായിട്ട് നമ്മൾ മാറുക. അതിനാണ് മറ്റുള്ള ആളുകളൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആകാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾ സറഫാക്കുകയും നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഉഷാറാകുകയും ചെയ്തിട്ട് എന്തിനാണ് ദീനി ഉലൂമിന്റെ നല്ല പ്രസംഗമല്ലേ നമ്മളെ സുഹൃത്ത് നടത്തിയത്, സ്വാഗത പ്രസംഗം. എന്തൊരു ഭാഷാശുദ്ധിയാണ്, എത്ര നീറ്റായിട്ടാണ് സംസാരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഇങ്ങനെ ആളുകൾ വേണം, സമർപ്പിതനായ ആളുകൾ. അതിന് ഇൽമു നല്ലോണം വേണം. നമ്മുടെ കയ്യിൽ എന്ത് വേണം? സാധനങ്ങൾ വേണമെന്നേ. ഒരു പട്ടാളത്തിലാണെങ്കിൽ പട്ടാളക്കാരൻ്റെ അടുത്ത് അതിൻ്റെ ആയുധങ്ങൾ വേണം, പണിയായുധങ്ങൾ വേണം. വെറുതെ വന്നിട്ട് എന്തായാലും ഒരു കൈക്കോട്ടില്ല, പിക്കാസുമില്ല, ഒരു സംഗതിയില്ല. അറുവേരം വന്നിക്കാണ്, ഓൻ്റെ അടുത്ത് കത്തില്ല, തള്ളിടാൻ കയറൂല. പിരിച്ചെന്തിനാ വന്നിട്ടുള്ളത്? ഒരു പള്ളിയിൽ വന്നിക്കാണ്, ഓന് പള്ളിയിൽ വന്നിക്കുമ്പോൾ ഏത് കാലാണ് ആദ്യം തന്നെ വെക്കേണ്ടതെന്ന് അറിയണില്ല. ഇതൊക്കെ അറിയണേ. മിമ്പർമൻ കയറുമ്പോൾ എന്താവും ചെയ്യണത്? മിമ്പർമന്റെ ഏറ്റവും മേലെ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് എങ്ങനെ ഉണ്ടാവും? മിമ്പറിന്റെ ഏറ്റവും മോളി ഇരിക്കേണ്ടോടത്ത് പോയിട്ട് സലാം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മിമ്പർമെന്നാണ് കുട്ടിക്ക് എന്താകണത്, എത്ര തക്ബീറാ ചെല്ലണ്ടെന്ന് അറിയണില്ല. പഠിച്ചു പോണ്ടേ. പെരുന്നാ ഖുതുബക്ക് തക്ബീർ എത്രയാണെന്ന് അറിയണില്ല. മിമ്പർമ കയറിയിട്ടാ. എന്നാലും മുത്താല്യമായതുകൊണ്ടോ രക്ഷപ്പെട്ടു. അങ്ങനെ ഉണ്ടാകുമല്ലോ. നമ്മൾ കുടുങ്ങൂലല്ലോ. മുത്താല്യമായ കുടുങ്ങൂല. മെമ്പർമ കയറിയിട്ടാണ് പഠിച്ചോനെ എത്ര തക്ബീറ. അസ്സലാമു അലൈക യാ ഉസ്താദി കം തക്ബീറാതുഹാ. ഉസ്താദിന് മനസ്സിലായി, ഇവര് തക്ബീർ മനസ്സിലായിട്ടില്ല. ജനങ്ങൾ എന്താകാ? വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജനങ്ങളെ ചൊല്ലി. അപ്പൊ ഉസ്താദ് ഓന് പറഞ്ഞു കൊടുത്തു, എത്ര? തിസ്അത്ത് എന്ന് പറഞ്ഞാല് 9 തക്ബീർ. ഒന്നാമത്തെ ഖുതുബയില് 9 തക്ബീറാണ്. അപ്പൊ ഓനാൻ ചൊല്ലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ഇത് എന്നും ചിലപ്പോ തുമ്മ ഉസ്താദന്മാരെ കിട്ടിക്കൊള്ളണമെന്നുണ്ടാവില്ല. അപ്പൊ അത് ഏത് സംഗതികളാണെങ്കിലും എന്ത് വേണം? അതിന് പഠനം വേണം, പഠിക്കൽ ആവശ്യമാണ്. സൂപ്പർ ബസാർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് വെളിമുക്ക് ആ ഭാഗത്ത്. അപ്പൊ കൂമണ്ണ ഉസ്താദുണ്ട് പട്ടിക്കാട് കോളേജിൽ, അദ്ദേഹത്തിന്റെ നാടാണ് സൂപ്പർ. ബഹുമാനപ്പെട്ട തയ്യിബ് ഫൈലിയുടെ മരുമകനുണ്ട്, ബഹുമാനപ്പെട്ട എന്തൊരു പേര്, ഒരു റാസി ബാക്കവിയ, ജേതാവ് റാസി ബാക്കവിയ. അപ്പൊ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ബസ്സിൽ വന്നാൽ മതി, പഠിക്കലെത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടോറിക്ഷ വെച്ച് വന്നാൽ മതി. അപ്പൊ ഞാൻ ബസ്സിൽ കയറിയിട്ട് ഒരാളോട് ചോദിച്ചു എവിടെയാണ് പഠിക്കൽ ചോദിച്ചു. ഓൻ പറഞ്ഞു തിരൂരങ്ങാടി കോളേജിലാണ് പഠിക്കൽ. അപ്പൊ ഞാൻ പറഞ്ഞു ഇജ്ജ് പഠിക്കണ സ്ഥാപനമല്ല പറഞ്ഞത്, പഠിക്കൽ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ് എന്നാ ചോദിച്ചത്. അപ്പൊ പഠിക്കൽ എന്ന നാടാകാതെ പഠിക്കുന്ന ആളുകളായിട്ട് നമ്മൾ എന്താ വേണം? നമ്മൾ മാറണം. അതാണ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞത്, ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്. അള്ളാഹുവിന്റെ കിതാബിനെ ഓതുന്ന ആളുകൾ. ഈ നഹ്വ് സർഫ് ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നല്ല റോട്ട് കൂടെ നമ്മൾ പോകണം, അല്ലെങ്കിൽ കട്ട് റോഡാകും. അപ്പൊ നല്ല റോട്ട് കൂടെ പോകണമെങ്കിൽ തുടക്കത്തിൽ തന്നെ റൂട്ട് ശരിയാകണം. അപ്പൊ അതിന് സർഫ് നഹ്വ് കാര്യങ്ങളൊക്കെ അഗാധ പാണ്ഡിത്യം നമുക്ക് നേടണം. അത് ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അതാണ് മുമ്പ് ഒരു ഉസ്താദിനോട് പറഞ്ഞു, എൻ്റെ അടുത്ത് 120 150 കുട്ടികളുണ്ടായിരുന്നു, അന്ന് ഞാൻ ലറബ എതിരുബിയായിരുന്നു എന്ന്. ഇപ്പൊ ഞാൻ നസറ യൻസുറാണ്, എൻ്റെ അടുത്ത് 5 കുട്ടികളുള്ളൂ എന്നാ. സറഫിലൂടെയാണ് ഉപര പറയണത്. അന്ന് ലറബ എതിരുബു 120, മറ്റത്തൂർ മുഹമ്മദ് മുസ്ലിയാർ. അപ്പൊ സറഫിലൂടെയാണ് അവർ പറയുന്നത്. അപ്പൊ നന്നായി സറഫാക്കുക, നന്നായിട്ട് നമ്മൾ പഠിക്കുക. കിതാബിനെ ഓതുന്ന ആളുകൾ, കിതാബിനെ ഓതുമ്പോഴല്ലേ നമുക്ക് കാര്യങ്ങളൊക്കെ പഠിയ. വാഖാമുസ്സലാത്ത, നിസ്കാരത്തെ അവർ നിലനിർത്തും.
നിലനിർത്തുന്ന തോന്നുമ്പോ ശല്യമല്ല. ചില ആൾക്കാർ ആഴ്ചപ്പതിപ്പ് മാതിരി വെള്ളിയാഴ്ച മാത്രം പോകോന്. ഒരു ദിവസം പുതിയാപ്പിളായിപ്പോ 10-400 ആൾക്കാർ ഒപ്പുണ്ട്. ഓനെ പിടിച്ച് ഇമാമത്ത് നിർത്തി. ളുഹർ നിസ്കാരാണ്. 2 റക്അത്ത് കഴിഞ്ഞ് സലാം വീട്ടി. ആകെ കുലുമാരായില്ലേ. എന്ത് പണിയാജ് ചെയ്തതെന്ന് ചോദിച്ചവനോട്. ഉച്ചക്ക് 2 ഉള്ളൂ എന്നവൻ പറയണത്. ഉച്ചക്ക് 2 ഉള്ളൂ. അങ്ങനെ മതിയില്ല, പോരാ. വഅഖാമുസ്സലാത്ത, നിസ്കാരത്തെ അവർ നിലനിർത്തും. വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയതിൽ നിന്നും അവർ ചിലവഴിക്കും. എന്റെ വാച്ച്, എന്റെ വണ്ടി, എന്റെ പണം എന്നല്ലേ എന്ന ആളുകൾ പറയുന്നത്. എന്റെ വീട് കണ്ടോ, എന്റെ വരിട്ടോ എന്ന് പറഞ്ഞാൽ വണ്ടിന്റെ പേരാ. എന്റെ ഇന്നോവ, എന്റെ നല്ല ഒക്കെ അല്ലാഹ് തന്നതാ. അത് അല്ലാഹ് തന്നതാ. ഇമാം ഖുർത്തുബി തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ ഓരോ അക്ഷരങ്ങൾക്കും പറയുന്ന തഫ്സീർ നോക്കൂ നിങ്ങൾ. അത് ബസീറിന്റെ ബാ ആണ്. ബസീർ എന്ന് പറഞ്ഞാൽ കാണുന്നവൻ താ. നിങ്ങൾ മൊത്തം നിരീക്ഷിക്കുന്നുണ്ട്, മൊത്തം നിങ്ങളെ നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് ബസീർ. ബസീറിന്റെ ബാ ആണ്. ശ്രദ്ധിച്ചോളണം. അതന്നെ ഉസ്താദ് ഇല്ലാത്ത സമയത്തും ആ പള്ളി ദർസൊക്കെ അതേമാതിരിയാകണം. സലാഹുദ്ദീൻ ഫൈൽ ഇല്ല, ഹമീദ് ഫൈൽ ഇല്ല. ഇവിടെ വന്നാൽ എന്താണ്, ഇവിടെ നമ്മുടെ സ്ഥാപനം അത് വളരെ അച്ചടക്കത്തിലാണ്. അപ്പൊ അള്ളാന്റെ ഭൂമിയിൽ നാം ജീവിക്കുമ്പോ അത് ബസീറാൻ, കാണുന്നവൻ. ഇനി സീനിന് എന്തായിരിക്കും നിങ്ങൾ പറയൂ? സമീഅ എന്താവും? കേൾക്കുന്നവൻ. അതാണ് മീം മലീക്ക്, ഉടമസ്ഥൻ. അതാണ് അല്ലാഹ് പറഞ്ഞത്, നാം നൽകിയതിൽ നിന്ന് നിങ്ങളെടുത്ത് പൈസല്ല. ഉടമസ്ഥൻ അല്ലാഹുവാൻ. അല്ലാഹു, ബിസ്മില്ലാഹി, അല്ലാഹ് എന്നതിലെ ആദ്യത്തെ അലിഫ് അത് അല്ലാഹു എന്നതിലെ ഒരു അക്ഷരമാണ് എന്നാണ് ഇമാം ഖുർത്തുബി തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ലാമ് ലത്തീഫ്, മയം ചെയ്യുന്നവൻ. ഹാദിൻ, വഴി കാണിക്കുന്നവൻ. റഹ്മാൻ, റസാഖ്, ഭക്ഷണം നൽകുന്നവൻ. നമുക്ക് എന്ത് സുഭിക്ഷമായ ആഹാരമാണ് കിട്ടുന്നത്. എത്ര ആളുകൾ മുഖേനയാണ് ആന്ധ്രയിൽ നിന്നും അരി, കടലിൽ നിന്നും, താനൂരിൽ നിന്നും, കൂട്ടായിൽ നിന്നും, പല ഭാഗങ്ങളിൽ നിന്നും നമുക്ക് കൂട്ടായിക്ക് മീൻ കിട്ടുന്നുണ്ട്. മീനില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. നമുക്ക് വിവിധ രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമുക്ക് കിട്ടുന്നു. അത് ആര് തരുന്നു? ഈ കൊപ്പം മാർക്കറ്റിൽ ലോകത്തുള്ള എല്ലാ നല്ല നല്ല ഭക്ഷണ സാധനങ്ങളുണ്ട്. റസാഖ്. എന്തായിരിക്കും? ഹലീം, ശാന്തനായിരിക്കും. മീമോ മാലിക്, മുൽക്ക്, മലീക്, ഉടമസ്ഥൻ, അധികാരി. അതാണ്. നൂൻ എന്തായിരിക്കും? നൂൻ നൂർ. അതാ നൂറാണ്. ആ നൂറിന് കിട്ടണം. അത് ഇൽമിലൂടെ നൂറ് കിട്ടുള്ളൂ. അള്ളാനെ ഭയപ്പെടുന്നവർ ഉലമാക്കളല്ലേ. ശംസുൽ ഉലമ തങ്ങൾക്ക് 100 കിട്ടിയില്ലേ? ശൈഖുന കാളമ്പാടി ഉസ്താദിന് 100 കിട്ടിയില്ലേ? സുബ്ഹാനല്ലാഹ്. ഇന്നലെ എൻ്റെ നാട്ടിൽ ഇൻഷാ അല്ലാഹ് കാളമ്പാടി ഉസ്താദിന്റെ പേരിൽ ഒരു ഹിഫ്ളുൽ ഖുർആൻ കോളേജ് തുടങ്ങണമെന്ന് വലിയ ആഗ്രഹം. അങ്ങനെ അതിനുള്ള പദ്ധതി ഉണ്ടാക്കി. റഫീഖ് ഫൈലി എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കിട്ടി. അങ്ങനെ അദ്ദേഹം നാട്ടിൽ വന്നു, അദ്ദേഹത്തെ കണ്ടു. അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഇപ്പോൾ ഒരു പള്ളിയുടെ മുകളിലാണ് സൗകര്യങ്ങളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കളമ്പാടി ഉസ്താദിൻ്റെ പേരിൽ ഒന്ന് തുടങ്ങാം എന്ന് പറയുകയും, അങ്ങനെ അവിടുന്ന് സമ്മതം വാങ്ങണമല്ലോ. കളമ്പാടി ഉസ്താദിൻ്റെ മക്കാമിൽ ചെന്നിട്ട് സമ്മതം വാങ്ങാൻ പോകുക. ഇന്നലെ സമ്മതം വാങ്ങാൻ പോകുക. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അവിടെ എത്തുമ്പോഴത്തേന് യാസീൻ ഓതുമ്പോൾ സമയം കിട്ടൂല, കാരണം വളരെ വൈകി. അതുകൊണ്ട് നമുക്ക് യാസീൻ ഓത എന്ന് പറഞ്ഞ മക്കരപ്പറമ്പിലെത്തി യാസീൻ ഓതി ഉസ്താദിന്റെ അടുത്ത് നിന്ന് ഫാത്തിഹ ഓതി ഗില്ലിൽ തുടർന്ന് ആണ്ട് ദ്വാരുന്നു. സുബ്ഹാനല്ലാഹ്. സുഗന്ധം എന്തു സുഖം! ജന്നാത്തുൽ ഫിർദൗസ് ആണ്ട് വെള്ളം പാർന്ന് ഒഴിച്ച മാതിരി ഒഴിച്ചാൽ അവിടെ നിന്നും വരുന്ന മണം പോലെയുള്ള മണം. ഞാൻ നോക്കി, അടയാളങ്ങളൊന്നുമില്ല, ആരും സെന്റ് ഒറ്റിച്ചിട്ടില്ല, ഒരടയാളമില്ല, ഒരു കുപ്പിയില്ല, ഒരു അടയാളവും അവിടെ ഇല്ല. അതെ, ആ മണ്ണിൽ
അവിടെ നിന്നും വരുന്നത് സുഗന്ധമാണ്. അത് നൂറ് ഉണ്ടായതുകൊണ്ടാണ്. അള്ളാന്റെ നൂറ് പഠിപ്പിച്ചു, ഖുർആൻ പഠിപ്പിച്ചു, മുത്തുനബിന്റെ ഹദീസ് പഠിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വന്തം മക്കൾ മരണപ്പെട്ടപ്പോഴും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അബൂദാവൂദാണ്, ഇത് തോന്നുമ്പോൾ തുറക്കാനും തോന്നുമ്പോൾ കൂട്ടാനുമുള്ളതല്ല എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ 1 മണിക്കൂർ നേരം ക്ലാസ് എടുക്കുകയാണ്. മക്കളുടെ മരണവിവരം അറിഞ്ഞിട്ടും ദീനി ഉലൂമ് പഠിപ്പിക്കാൻ തയ്യാറായ മഹാൻ. മക്കളുടെ മയ്യത്തുകൾ ഖബറടക്കി പിറ്റേന്ന് രാവിലെ പട്ടിക്കാട്ട് കോളേജിലേക്ക് വന്ന് ക്ലാസ് എടുത്ത മഹാൻ. മക്കളെ സമാധാനമില്ല എന്ന് പറഞ്ഞ മഹാൻ. വഫാത്തിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലിൽ പോകേണ്ടതിനാൽ ചില സബക്കുകൾ നഷ്ടപ്പെട്ടപ്പോൾ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനോടും സുലൈമാൻ ഫൈലി ചുങ്കത്തറയോടും നിങ്ങളുടെ സമയത്തിൽ നിന്നും 10 മിനിറ്റ് എനിക്ക് കടം തരുമോ എന്ന് ചോദിച്ച് ആ കടം വാങ്ങിയിട്ട് ആ സമയം ക്ലാസ് എടുത്ത മഹാൻ. ചായ കുടിക്കാൻ മക്കളെ നിങ്ങൾക്കെന്തിനാണ് അരമണിക്കൂർ, 15 മിനിറ്റ് പോരെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ സമയം എനിക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്ത മഹാൻ. അതാ നൂറൻ കിട്ടിയ ഖബറിന്റെ അടുത്ത് ചെന്നാൽ എന്താകും? അതിന്റെ മണം അവിടെ ഉണ്ടാകും, അടിച്ച് വീഴ്ചുന്നേ. അതാണ് നൂറ്. ആ നൂറ് കിട്ടുന്നവരിൽ അള്ളാഹ് നല്ല ഉൾപ്പെടുത്തട്ടെ. അത് ഈ വിദ്യാഭ്യാസം കൊണ്ട്, മത വിദ്യാഭ്യാസം കൊണ്ട് എന്താവുള്ളൂ? അത് കിട്ടുള്ളൂ. അപ്പൊ റഹ്മാൻ. ഇനി റഹീം ആരാന്ന് നിങ്ങള്? റഹീം ആരാൻ? സൂറത്ത് തൗബയിലെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങളിൽ നിന്നും തീർച്ചയായിട്ടും ഒരു റസൂൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് വല്ല പ്രയാസങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ വിഷമമാണ്. മദീന മുനവ്വറയിൽ വിഷമം ഉണ്ടാകും. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ മേൽ പ്രതീക്ഷയുള്ള ആളാണ്. ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് റഊഫ്, മയം ചെയ്യുന്നവരാണ്. റഹീം, കരുണ ചെയ്യുന്നവരാണ്. അള്ളാഹുവിന്റെ 2 പേര്, അള്ളാഹിന്റെ പേരുകളിൽപ്പെട്ട 2 പേര് റഊഫ് റഹീം എന്ന് ആർക്കിട്ടു? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടു. അതാണ് റഹീം, അതാണ് റഹീം. അപ്പോൾ പറഞ്ഞു വരുന്നത് വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും, നാം അവർക്ക് നൽകിയതിൽ നിന്നും അവർ ചെലവഴിക്കും. സിർറൻ വഅലാനിയതൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. അത് വെറും സമ്പത്ത് മാത്രമല്ല, ഇൽമിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെ. പഠിച്ചത് എന്താകണം? പറഞ്ഞു കൊടുക്കണം. നല്ല പ്രഭാഷകർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാകണം, നല്ല പണ്ഡിതന്മാരുണ്ടാകണം. ഒരു മടി ഉണ്ടാകാൻ പറ്റൂല. കാറ് വേണം, സ്റ്റേജ് വേണം, മറ്റു സൗകര്യങ്ങൾ വേണം. ഇതൊന്നും പറ്റൂല. അള്ള തന്നതിൽ നിന്ന് എന്താകണം? നമ്മൾ ചെലവഴിച്ചു കൊടുക്കുക. യർജൂന തിജാറത്തൻ ലൻ തബൂർ, തീർച്ചയായിട്ടും നശിക്കാത്ത സ്വർഗത്തെ അവർ ആഗ്രഹിക്കുന്നു. തിജാറത്ത് എന്ന് പറഞ്ഞ കച്ചവടം ആണെങ്കിലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ തിജാറത്ത് എന്നതിന് സ്വർഗം എന്നാണ് അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. അപ്പൊ ഈ ഇൽമ പഠിച്ച് ഖുർആൻ ഓതി കിട്ടിയാൽ നമുക്ക് കിട്ടുന്നത് എന്തിനാ അറിയങ്ങള്? സ്വർഗാണ് കിട്ടുക. ഖുർആൻ ഓതാം, എന്നിട്ടോ നിസ്കരിക്കാം, എന്നിട്ട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചെലവാക്കാം. ഇൽമ പറഞ്ഞു കൊടുക്കാം, പരസ്യമായിട്ട് പറഞ്ഞു കൊടുക്കുക, രഹസ്യമായിട്ടും പറഞ്ഞു കൊടുക്കുക. തന്ന സമ്പത്ത് രഹസ്യമായിട്ടും ചെയ്യുക, പരസ്യമായിട്ടും ചെയ്യുക. അതിൻ്റെ ഉസ്താദുമാരൊക്കെ കണ്ടു വരുമ്പോൾ ഒരു ദിവസം ഞാൻ അസുഖം ബാധിച്ച് കിടക്കുന്ന നേരത്ത് നമ്മളെ പി കെ മുഹമ്മട്ടി ഉസ്താദ് ഉണ്ടായിരുന്നു. പി കെ മുഹമ്മട്ടി ഉസ്താദ് ഹലോ ഒരു ക്ലാസ്സിലാണ്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കും കേട്ടോ. അപ്പൊ പി കെ എന്താക്കുകയാണെന്ന് നിങ്ങള്, പി കെ ഉസ്താദ് എൻ്റെ പോക്കറ്റിൽ നിങ്ങൾ ഫോൺ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായി, ആ ഫോൺ എടുത്തു. പിന്നെ ആ ഫോണ് വെച്ചു. പിന്നെ ഞാൻ നോക്കുമ്പോണ്ട് ഫോണിന്റെ കൂടെ 500 റുപ്യ ഉണ്ട്. അതാ രഹസ്യമായിട്ട് അറിയില്ല, അതൊക്കെ അവിടെ നടക്കും എന്നുള്ള സംഗതി. രഹസ്യമായിട്ട് നമ്മൾ ഉസ്താദന്മാരോ ഒക്കെ നമ്മളൊക്കെ വലുതായി ചിലപ്പോൾ എന്താവും, വലിയ ആളുകളാകും. അപ്പോഴും ഹമീദ് ഫൈൽ ഉണ്ടാവും, മക്കളെ എൻ്റെ മകളെ കല്യാണം ഇട്ടോ വരണട്ടോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താകണം? 1 ലക്ഷത്തിൻ്റെ കെട്ടെടുത്താണ് കൊടുക്കന്നെ. ഉസ്താദ് എന്നെ ജ്വല്ലറിന്ന് പണ്ടം വാങ്ങിയാൽ മതി, ഞാൻ അവിടെ ഉണ്ടാവുന്നു. അല്ല തിരുന്നേ.
അപ്പൊ നമ്മൾ ചെയ്യണം. നമ്മൾ മുതിർന്നവരെ പടവുകൾ കയറുമ്പോൾ കീപ്പോട്ട് നോക്കണം. എന്താ അങ്ങക്ക് കിട്ടാൽ യുവഫിയഹും ഉജൂറഹും, അവർക്കുള്ള കൂലി പൂർത്തിയാക്കി വെട്ടിക്കൊടുക്കാൻ വേണ്ടി, വയസീദഹും മിൻ ഫളലി, അവന്റെ ഔദാര്യത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ വേണ്ടി, ഇന്നഹു ഗഫൂറുൻ ഷക്കൂർ, അവൻ പുറത്തു തരുന്നവനും നന്ദിയുള്ളവനുമാണ്. അല്ലാഹ് നന്ദിണ്ടേ, ചെയ്തു കഴിഞ്ഞാൽ അല്ലാഹ് തരും, യാതൊരു നന്ദികേടും ഉണ്ടാവൂല. വല്ലദി ഔഹൈനാ ഇലൈക മിനൽ കിതാബി ഹുവൽ ഹഖ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും അങ്ങേക്ക് നാം നൽകിയത്, വഹി നൽകിയത് സത്യമാണ്. മുസദ്ദിഖൻ ലിമാ ബൈന യദൈ, മുമ്പ് കഴിഞ്ഞു പോയതിനെ സത്യമാക്കുന്ന നിലയിൽ. ഇന്നല്ലാഹ ബിഇബാദിഹി ലഖബീറുൻ ബസീർ, അല്ലാഹു തആല തന്റെ അടിമകളെ സംബന്ധിച്ച് വ്യക്തമായി അറിവുള്ളവനാണ്. ഖബീർ, ഉള്ളും പുറവും അറിയുന്നവനാണ്. ബസീർ, കാണുന്നവനാണ്. സുമ്മ ഔറസ്നൽ കിതാബ, പിന്നീട് ഈ വിശുദ്ധ ഗ്രന്ഥത്തെ നാം നൽകി, അല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ, നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് നാം തിരഞ്ഞെടുത്തവർക്ക്, ഫമിൻഹും, അവരുടെ കൂട്ടത്തിലുണ്ട് ളാലിമുൽ ലിനഫ്സിഹി, ശരീരത്തോട് ളുൽമു ചെയ്യുന്നവനുണ്ട്, കള്ളും കഞ്ചാവും ലഹരിയും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്നവരുണ്ട്. വമിൻഹും മുഖ്തസിദുൻ, മധ്യനില പാലിക്കുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. വമിൻഹും സാബിഖും ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങളെ കൊണ്ട് മുന്നേറുന്നവരും അവരുടെ കൂട്ടത്തിലുണ്ട്. ബി ഇദിനില്ലാഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം നല്ല കാര്യങ്ങളെ കൊണ്ട് മുന്നേറുക. അപ്പം നമ്മൾ എന്തു വേണം? ഇതിൽ നമ്മൾ പെടണം. നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാട്ടിൽ നമുക്ക് നമ്മുടെ ഉസ്താദന്മാർ നോക്കുങ്ങൾ, നമ്മുടെ നേതാക്കന്മാർ നോക്കൂ, സാബിഖും ബിൽ ഖൈറാത്തിൽപ്പെട്ട ആളുകളല്ലേ. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നട്ടപ്പാതിരക്ക് രാമപുരത്തുകൂടെ വരികയാണ്. രാമപുരം എന്ന് പറഞ്ഞാൽ ഉസ്താദിന്റെ നാടിന്റെ അടുത്ത നാടാണ്, മലപ്പുറം ജില്ലയിലെ ഒരു പ്രദേശമാണ്. അപ്പൊ നട്ടപ്പാതിരക്ക് ആളുകൾ വാഹനങ്ങൾക്ക് കൈ കാണിക്കുന്നുണ്ട്, വാഹനങ്ങൾ നിർത്തണില്ല. തങ്ങളിത് കണ്ടു, ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ. ബ്രേക്ക് ഇട്ടു, വണ്ടി നിന്നു. നല്ല മഴയുണ്ട്, ഇടിയും മിന്നലും ഉണ്ട്. ഗ്ലാസ് താഴ്ത്തി സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ വണ്ടിൻ്റെ അടുത്തേക്ക് ആൾക്കാർ വന്നു. തങ്ങളെ അവർക്ക് തിരിച്ചറിഞ്ഞു. തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി? ഒരു ഗർഭിണിയുണ്ട് തങ്ങളെ, പ്രസവവേദന അനുഭവിക്കുന്നുണ്ട് തങ്ങളെ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വാഹനം കിട്ടിയിട്ടില്ല തങ്ങളെ. പിൻസീറ്റിൽ നിന്ന് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുൻസീറ്റിലിരുന്നു. ഗർഭിണിയെയും 2 സഹായികളെയും വണ്ടിയിൽ കയറ്റി പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിലേക്ക് വണ്ടി വിട്ടു. ഡോക്ടറെ ഫോൺ ചെയ്തു വരുത്തി. ഡോക്ടർ വന്നു. ഈ ഗർഭിണിയെയും കൂട്ടി പ്രസവ റൂമിലേക്ക് കൊണ്ടുപോയി. ആ അപരിചിത സ്ത്രീ രത്നം പ്രസവിക്കുന്നതുവരെ കാത്തിരുന്നു. ആര്? സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അതാണ് നല്ല പ്രവർത്തനം. നമ്മുടെ നാട്ടില് നമുക്ക് ഓരോരുത്തർക്കും ഓരോ സ്റ്റേജിനനുസരിച്ച് കഴിയുന്ന, ഇപ്പം നമ്മൾ നാട്ടിലുള്ള സമയത്ത് നമ്മുടെ ഒരു പ്രവർത്തകന്റെ വാപ്പയമ്മയും മരിക്കുകയാണെങ്കിൽ ഉടനെ നമ്മളൊരു മുസാഫ് പോയിട്ട് അവിടെ നിന്ന് ഊതുക. നമ്മൾ ചെയ്യേണ്ട പണി അതാ. നമ്മൾ നിർദ്ദേശം കൊടുക്കണം. നിർദ്ദേശം കൊടുക്കണമെങ്കിൽ എന്ത് വേണമെന്ന് നിങ്ങൾ, നമുക്ക് ഒരാൾക്ക് നിർദ്ദേശം കൊടുക്കാൻ കഴിയണം എങ്കിൽ നാം ആരാകണം? മറ്റുള്ളവരുടെ നിർദ്ദേശം അനുസരിച്ച് കഴിയുന്നവരാകണം. ഉസ്താദ് പറഞ്ഞാൽ അതെന്താകണം? അത് കേൾക്കണം. ഇന്ന ആളെടുത്ത് പോ, ഇന്നത് ചെയ്യ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യണം. നമ്മൾ അംബാസഡർമാരാകണം. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് നമ്മൾ വലുതാകുമ്പോൾ നമുക്ക് എന്താകാൻ പറ്റും? നിർദ്ദേശം കൊടുക്കാൻ പറ്റും. നിർദ്ദേശം കൊടുക്കുമ്പോൾ ഞാനൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. ഇപ്പോ ഞാൻ വിളിച്ചു, ഇങ്ങനെ അല്ലേ നിർദ്ദേശം കൊടുത്തു അല്ലേ? നിർദ്ദേശം കൊടുത്തു, അദ്ദേഹം വന്നു. ഇനി ഞാൻ ഇദ്ദേഹത്തിനോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ ഇത്ര പണിയുണ്ടോ? ഇനി ഞാൻ അദ്ദേഹത്തിന്, മോന്റെ പേരെന്താ? സജീറിനോട് ഞാൻ ഇനി പറയാ, പോണ്ടോ, ഇനി ഞാൻ നിർദ്ദേശം കൊടുക്കുമ്പോൾ എന്ത് വേണം? അപ്പൊ വേഗം എഴുന്നേൽക്കും, എന്താവും, കൊണ്ടുവരും. അതാ. അപ്പൊ രണ്ടാമത് ഇനി മതി.
ഇനി മൂന്നാമതാകുമ്പോൾ ആ ഉസ്താദിന് എന്ത് വേണ്ടി വരും, എന്തുണ്ട് എന്നുള്ള അതാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം, അനുസരിക്കണം. നമ്മൾ എന്താകരുത്, എന്തിനാ പത് എന്ന് ചോദിക്കരുത്. അപ്പൊ നമ്മളെ ബുദ്ധിയെ അനുസരിച്ചു, അതാണ് ബുദ്ധി. ഇപ്പൊ പോണ്ടെന്ന് പറയും, പോണം. ഒരു പാറ പൊന്തിക്കാൻ പറഞ്ഞാൽ എന്താണ്, പൊന്തിക്കണം. അങ്ങനെയാണ്. അങ്ങനെ അനുസരിച്ച് കഴിഞ്ഞാൽ എന്താന്ന് നിങ്ങള്, നമ്മളൊരു റൂമിലിരുന്നാൽ മതി. റൂമിലിരുന്നിട്ട് എന്താകാൻ പറ്റും, നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും. നമ്മൾ ഉസ്താദുമാർ, സമസ്തയുടെ തലയെടുപ്പുള്ള നേതാക്കന്മാർ, അവരൊക്കെ വളരെ പാടുപെട്ട് പ്രയാസപ്പെട്ട് അങ്ങനെ ചെയ്തു. അപ്പൊ അവർക്കറിയാം ഇന്ന സമയത്ത് എന്താകും, ഇന്നതാകും. ഒരാൾ എന്റെ മുമ്പിൽ വന്നോ എന്താ പറയാൻ പോകുന്നത് എനിക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. ഒരു മീറ്റിങ്ങോ കാര്യങ്ങളോ പോകുമ്പോഴത്തേന് ആദ്യം തന്നെ പദ്ധതികൾ റെഡിയാക്കിയിട്ട് അത് പൊളിക്കാൻ നമുക്ക് പറ്റും. അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങണതിന് മുമ്പ് തന്നെ നമ്മളെ വിഷയം ഇങ്ങനെയൊക്കെ വേണം ഇതൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞിട്ട് കാര്യമില്ല. വമ്പിച്ച ജനറൽ ബോഡിയൊക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ടെക്നിക്കുകൾ നമ്മൾ എടുക്കാൻ കഴിയണം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് വേണം, എന്റെ പണി എനിക്ക് തന്നെ, എനിക്ക് വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, ഞാൻ പരസ്യം പറയണതാ. പക്ഷെ എനിക്ക് അങ്ങനെ എൻ്റെ ഒപ്പമുള്ള ആളുകളൊക്കെ വലിയ പണ്ഡിതന്മാരും ഒക്കെ വലിയ മഹാന്മാരും, ഞാൻ പണ്ടൊരാൾ പറഞ്ഞ മാതിരി അങ്ങനെ ഹിദ്മയിലൂടെ വന്നു എന്നുള്ളതാണ് ഞാനതാ മനസ്സിലാക്കുന്നത്. കാരണം ശൈഖുന കിടങ്ങഴി ഉസ്താദിന് ചായ കൊണ്ടുവരിക, കിടങ്ങഴി ഉസ്താദിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് പെരിന്തൽമണ്ണ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടർ ജോസഫ് എന്നാണ്. ജോസഫിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്താൽ, തലേന്ന് ഫോൺ ചെയ്താൽ സ്വീകരിക്കൂല. രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു 4:30-5 മണിക്ക് സുബഹിക്ക് വന്നിട്ട് അദ്ദേഹം ഒരു പേപ്പർ, കണ്ണിന്റെ ഡോക്ടറാണ്, ഒരു പേപ്പർ അയാളിടും, അതിൽ പേരെഴുതി വെക്കും ആൾക്കാർ. എന്നിട്ട് എന്ത് ചെയ്യും, ആ പേപ്പർ അയാൾ വിളിക്കും. പിന്നെ 8 മണിക്ക് അദ്ദേഹം വന്നിട്ട് വിളിക്കും, ഒരൊറ്റ വിളി. രണ്ടാമത് അയാൾ വിളിക്കൂല. രണ്ടാമത് വിളിക്കണമെങ്കിൽ പിറ്റേന്ന് വന്നിട്ട് ഇതേമാതിരി പേരെഴുതണം. അങ്ങനെ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, 4 മണിക്ക് ഞാൻ എന്താകും, പട്ടിക്കാട്ട് കോളേജിൽ നിന്ന് വരും. എവിടേക്ക്? പെരിന്തൽമണ്ണക്ക്. നടക്കും, ചിലപ്പോൾ ഓടും. കാരണം എന്താണെന്ന് പറയുക, വാസനപ്പടി തന്നെ സ്ഥലമുണ്ട്, അവിടെ നായ്ക്കളെ ശല്യം ഉണ്ടാവും. നായ്ക്കൾ പിന്നാലെ കൂടിയാൽ നടക്കാൻ കഴിയൂല, അപ്പോൾ ഓടും. അങ്ങനെ പേരെഴുതും, പിന്നെ വരും, ഉസ്താദിനെ കൊണ്ടുവരും. അതിന് ഹിദ്മത്തിനായിട്ട് നമ്മൾ എന്താണ്, സാബിഖും ബിൽ ഖൈറാത്തിൽ നമ്മൾ പെടണം. ബി ഇദിനില്ലാഹി, അള്ളാഹുവിന്റെ സമ്മതപ്രകാരം. ദാലികുൽ ഫദ്ലുൽ കബീർ, അത് വമ്പിച്ച വിജയത്തിലാണ്. ജന്നാത്തു അദ്നിൻ യദ്ഖുലൂനഹ, ശാശ്വതമായ സ്വർഗ്ഗത്തിൽ അവർ പ്രവേശിക്കും. യുഹല്ലൂന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബ്, സ്വർണ്ണത്തിനാലുള്ള വളകൾ, അതുപോലെ തന്നെ മുത്തിനാലുള്ള വളകളും അവർക്ക് ധരിപ്പിക്കും. വലിബാസും ഫീഹാ ഹരീർ, അവരുടെ വസ്ത്രം പട്ടുവസ്ത്രമാണ്. അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ഈ കാര്യങ്ങൾ വിദ്യാർത്ഥി എന്ന നിലക്ക് ഇൽമിന് നമ്മൾ പ്രാധാന്യം നൽകി പഠിച്ച് നമ്മുടെ വ്യക്തിത്വം നമ്മൾ എന്താകണം, നേരാകണം. അതിന് 10 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 10 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം നിങ്ങൾ ഇതിന് ശേഷം ഇവിടെ ഉദ്ഘാടന ഭാഷണം നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒന്നാമത്തത് അൽ അഖ്ലു എന്നാണ്. അഖിലല്ലോ, എന്ത് അഖ്ല്, അഖ്ൽ, ഐന് ഖാഫ് ലാം, ബുദ്ധി എന്നുള്ള അള്ളാഹു തന്ന ആ ബുദ്ധി, അത് നമ്മൾ എന്താകരുത്, നശിപ്പിക്കരുത്. ബുദ്ധി നമ്മൾ എന്താകരുത്, ഇന്ന് ബുദ്ധി നശിപ്പിക്കുകയാണ്. ഇന്നിപ്പോ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ആരെങ്കിലും ഒന്ന് പെരുക്കി തരുമോ? ഓരട്ടെ ഒന്ന് ചൊല്ലി, ഓരട്ടെ. നമ്മൾ പഠിച്ചതാണ് കേട്ടോ. നമ്മൾ പഠിച്ചതാണ്. ഓരട്ടെ, 2 16, 3 24, 4 32, 5 40, 6 48, 7 56, 8 64 എന്ന് പറഞ്ഞിട്ട് എണ്ണാൻ നമുക്ക് എന്താവില്ല, പഴയ മാതിരി കഴിയില്ല. 1 4 4, 24 8, 3 4 12, 4 4 16, 20, 6 4 24, 7 ഇങ്ങനെ എണ്ണാൻ ഇപ്പോഴത്തെ തലമുറക്ക്. അപ്പൊ വേഗം മൊബൈൽ എടുക്കും, തൊട്ട് നമ്മളെന്താവും, തൊട്ട് കൂട്ടുക എന്നുള്ളതാണ്. അച്ചാറ് കൂട്ടണമാതിരി ഇന്ന് തൊട്ടുകൂട്ടാണ്. ബുദ്ധി വർക്ക് ചെയ്യണില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ബുദ്ധി എന്താകണം, ഈ ബുദ്ധി മരവിപ്പിക്കുന്ന പ്രവർത്തനം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. കള്ളും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ മതവിദ്യാർത്ഥികളാണ്. അപ്പൊ അതൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ചാറ്റിങ്ങും ചീറ്റിങ്ങും മൊബൈൽ ഫോണിൽ. ഒരു സ്ഥലത്ത് ദർസ് ഇല്ല, ദർസിന്റെ കുട്ടികൾ പറഞ്ഞു റേഞ്ച് ഇല്ല. മദ്രസ റേഞ്ച് അല്ല, മൊബൈൽ ഫോണിൽ റേഞ്ച് ഇല്ല. AC അബൂബക്കർ ദാരിമിയുണ്ട്, എടവണ്ണപ്പാറ. അദ്ദേഹം കോട്ടക്കൽ മുദരിസായി ജോലി ചെയ്യുക, കണ്ണൂരിൽ നിന്നാണ് വന്നത്. അപ്പൊ പള്ളിയിൽ AC ഇല്ല.
കണ്ണൂരിലെ പള്ളിയിൽ AC ഉണ്ട്, കോട്ടക്കലോ പുത്തൂര് പള്ളിയിൽ AC ഇല്ല. കുട്ടികൾ പോകുക. അപ്പൊ ഉസ്താദ് പറഞ്ഞു, ഞാൻ AC ദാരിമിയല്ലേ, ഞാൻ AC അല്ലേ മക്കളെ, തൽക്കാലം 1 കൊല്ലം നിങ്ങൾ ഇവിടെ നിൽക്കും. അപ്പൊ നമ്മുടെ ബുദ്ധി എന്താകരുത്, മരവിപ്പിക്കരുത്. ഈ ആധുനിക സാങ്കേതിക വിദ്യയിലും ചാനലിലും മറ്റൊക്കെ ആയിട്ട് ഒരു കുട്ടിനോടല്ലേ ഒരു ഉസ്താദ് പറഞ്ഞത്, പരസ്പരം കണ്ടുമുട്ടിയാൽ സലാം പറയണം എന്ന് ചോദിച്ചപ്പോ അടുത്ത ചോദ്യം കുട്ടിന്റെ ചോദിക്കാണ്, ചന്ദനമഴ കണ്ട ഉസ്താദ് എന്താ പറയേണ്ടത് എന്ന്. ചന്ദനമഴ കണ്ട എന്താ പറയേണ്ടത്, പരസ്പരം കണ്ട സലാം പറയണമെന്ന് പറയുമ്പോ അപ്പൊ അതാണ്. അപ്പൊ ബുദ്ധി മുഴുവനും ടിവിന്റെ മുമ്പിൽ എന്താകാണ്, ഓനെ കണ്ട മെസ്സിയാണ്, ഓനെ കണ്ട കക്കയാണ്. സുജൂദിൽക്ക് പോയിട്ടുണ്ട്, ഓന്റെ ചന്തി എന്താകുന്നുണ്ട്, കുലുക്കുന്നുണ്ട്. സുജൂദിൽ പോയാൽ ചന്തി കുലിക്കാൻ നിസ്കാരം ശരിയാകോ ചോദിച്ചപ്പോ ചന്തി കുലുക്കിയതല്ല, പാന്റിന്റെ ഉള്ളിൽ പല്ലി വീണപ്പോ കുലുക്കിയതാണ്. അപ്പൊ ബുദ്ധിയൊക്കെ മരവിപ്പിച്ചു. മെസ്സിയുടെ ആ വേഷം അതേ രീതി എവിടെയെന്ന് ഓൻ അറിയാത്ത അവസ്ഥ ഉണ്ടാകാൻ പറ്റും. അപ്പൊ അള്ള തന്ന ഈ ബുദ്ധി എല്ലാവർക്കും ഒരേ ബുദ്ധി ആകൂല. സലാഹുദ്ദീൻ ഫൈലിന്റെ ബുദ്ധി എനിക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണ്. എന്നാലും ബുദ്ധി ഉണ്ടാകാൻ ഒരു മാർഗം പറഞ്ഞുതരാം. യാ ഹയ്യു യാ ഖയ്യൂം എന്ന് 16 വട്ടം ഒന്ന് പതിവാക്കുക. യാ ഹയ്യു യാ ഖയ്യൂം 16 വട്ടം പതിവാക്കുക. അപ്പൊ ബുദ്ധി ഉണ്ടാകും. പിന്നെ ഈ ചെറുതേനൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുന്നത്, തോനെ തേന് കുടിക്കരുത് കേട്ടോ. അത്യാവശ്യത്തിന് കുറേശ്ശെ തേൻ ഉപയോഗിക്കുന്നത് വളരെ നല്ല. ഷെയ്ഖുന കോയക്കുട്ടി ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, തേന് മന്ത്രിക്കണ്ട അങ്ങനെ തന്നെ കൊടുത്താൽ മതി എന്നാണ് മഹാനവറുകൾ പറയാറുള്ളത്. തേന് കുടിക്കുക, സംസം കുടിക്കുക, അപ്പൊ നമുക്ക് നല്ലോണം ബുദ്ധി ഉണ്ടാകും. പിന്നെ നിങ്ങൾ അതൊന്നും നോക്കണ്ട. അപ്പം നിങ്ങൾ തിരിഞ്ഞിട്ടില്ലെങ്കിലും അത് ഉസ്താദിന്റെ മുമ്പിലാണ് ഇരുന്നാണ് കേട്ടിട്ട് പിന്നെ ഇത് ഒറ്റക്കാണ് വരവ്, ഒന്നിച്ചാണ്. നമ്മൾ 5-8 കൊല്ലം ഓതി, 6 കൊല്ലം ഓതി എന്ന് പറഞ്ഞിട്ട് പിന്നെ അവസാനം ജാമ്യ ചെന്നിട്ടൊരു പഠിച്ചു കൂട്ടലുണ്ട്. അപ്പോ എല്ലാം ഒന്നാകും. അതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. 2 സുംത്ത് എന്ന് പറയും, ശ്രദ്ധിക്കാം, ശ്രദ്ധ ഉണ്ടാകണം. ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എന്താകരുത്, ഉറങ്ങരുത്. ഒരാൾ ഉറങ്ങി തൂങ്ങിയപ്പോ ഉസ്താദ് ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ് പറഞ്ഞു, മുസ്ലിരെ നിങ്ങൾ ആ വീതിയിൽ, ആ വലിയ വീതി ഉണ്ട്, നല്ല തടിയിലുണ്ടായിരുന്നു, ആ വീതിയുള്ള അയാളുടെ ബെന്നിൽ ഇരുന്നോളി, എന്നാ നിങ്ങൾ ഉറങ്ങണത് എനിക്ക് കാണണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ വളരെ ശ്രദ്ധിക്കണം. ഇന്ന് പള്ളിയിൽ ചെന്നാലും മേലെ തട്ടി ചെന്നാൽ മൊബൈൽ കളി. പഴയ കാലത്താണെങ്കിൽ ബാലരമ ബാലമംഗളം എന്ന് പറഞ്ഞിട്ട് അത് നോക്കല്. ക്ലാസ് അവിടെ നടക്കുകയാണ്, ഇവിടെ എന്ത് ചെയ്യാണ്, ഇവിടെ ഗെയിം കളി. എങ്ങനെ കിട്ടുക, എങ്ങനെ അല്ലെ വേറെന്തെങ്കിലും ഇങ്ങനെ കുത്തിക്കുറിക്കുക, വേറെന്തെങ്കിലും മനസ്സ് വേറെ. ഇത് പറ്റില്ല. ഒരു വിദ്യാർത്ഥി എന്ന നിലക്ക് ശ്രദ്ധ വളരെ വേണം. 3-ാമത്തതാണ് എൽമ്, അറിവ്. ഞാൻ പഠിക്കാൻ വന്നതാണ്, അത് പഠിച്ച് നേടും എന്നുള്ള രീതിയിൽ അതിന്റെ സമയം പാകപ്പെടുത്തുക. കിടങ്ങഴ്സാക്കെ പറയാറുണ്ട്, ബാക്കിയാത്ത നാട്ടിൽ നിന്ന് കത്ത് വന്നാൽ കോളേജ് പൂട്ടുമ്പോഴാണ് കത്ത് തുറക്കണത്. അന്ന് മരിപ്പും കാര്യങ്ങളുണ്ടാവും, കല്യാണങ്ങളുണ്ടാകും. ഒരു ഉസ്താദ് വീട്ടിൽ വന്നപ്പോൾ, ഒരു മുത്താലിമ് വീട്ടിൽ വന്നപ്പോ വീട്ടിലുള്ള ജ്യേഷ്ഠന്റെ ഭാര്യ പറഞ്ഞൊരു മൂലേറ്റി ഇതാ വരണോ, വലിയൊരു ബാക്കിയാത്തുനിന്ന് വരികയാണ്, കുട്ടി വരികയാണ്, കത്ത് നോക്കണില്ലല്ലോ. അപ്പൊ ഒരു മൂലേറ്റി എന്തെങ്കിലും പിരിവിനായിരിക്കോ, മോളെ അത് നിന്റെ മകനാണ്, നിന്റെ ഭർത്താവിന്റെ 2ാമത്തെ സഹോദരനാണ് ഇത് എന്ന് പറയുന്നത്. അതാണ് ഇൽമിന് വേണ്ടിയതാ. വീട്ടിൽ സൽക്കാരം ഉണ്ടാകും, വീട്ടിൽ എന്നുണ്ടാവും, മോനെ ഇന്ന് ഉമ്മുട്ടി വരുന്ന ദിവസമാണ്, ഇന്ന് മുത്തുമോള് വരുന്ന ദിവസമാണ്, ഇന്ന് ചുട്ടകോഴുണ്ട്, ഇന്ന് അൽഫാമുണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും വാതിൽ കന്നിട്ട് ഞാൻ പോകാം ഉസ്താദ് എന്താണ് ഹംക്കെ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നാട്ടിക്ക് പോവുക, എപ്പോഴും നാട്ടിക്ക് പോകാം. ഓന് കല്യാണവും സൽക്കാരവും പരിപാടി, എന്നും പരിപാടി തന്നെ. അവസാനം പേരും പരിപാടി, പേരും ഓന്റെ പരിപാടിയായി. അവസാനം ഒരു പരിപാടി ഉണ്ട് പറഞ്ഞിട്ട് ഏതാ ഈ സമയത്താണ് ഇവനെ ആൾക്കാർ പരിഹസിക്കണം. ഒപ്പുള്ള കുട്ടികളുണ്ടല്ലോ, ഓനെ പേര് പരിപാടിയാക്കി. അപ്പൊ ഞാൻ നിന്റെ അപ്പാന്റെ അടുത്ത് ഓതുന്ന സമയമാണ് ഞാൻ പറഞ്ഞു, ഇവർക്ക് സ്ഥിരം പരിപാടിയാണ് ഇവനെ പരിപാടി എന്ന് പറയല്. അപ്പൊ അതിലേറെ ചൊറയായി. ഞാനും പറയുന്നത് പരിപാടി തന്നെ. അപ്പൊ പരിപാടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ബ്ലോക്ക് ചെയ്യാം, സൽക്കാരങ്ങൾ ബ്ലോക്ക് ചെയ്യാം. മറ്റു ഇൽമിന് വേണ്ടി നമ്മൾ എന്താകാം. 4-ാമത്തതാണ് ഹിൽമ്, ശാന്തനാകാന്ന. ശാന്തൻ, പ്രകോപനം ഉണ്ടാകാൻ പറ്റൂല, വളരെ ശാന്തനാകുക കേട്ടോ. എന്തേലും പറഞ്ഞു ഉസ്താദ്മാർ എന്തേലും പറഞ്ഞു ചാടരുത്, നിങ്ങൾ ചൂണ്ടിയിട്ട് എന്താകരുത്, അവിടുന്ന് പോകുന്നുണ്ട് ഒന്നുമില്ല, വെളിവില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥ ഉണ്ടാകരുത്. നമ്മൾ എന്ത് വേണം, നല്ലൊരു കുട്ടിയാട്ടോ, നല്ലൊരു കുട്ടിയാ,
വളരെ ശാന്തനാണ്. ഗുഡ്, ഇങ്ങനെ. അല്ലാതെ ഇങ്ങനെയല്ല. ചില ആൾക്കാർ ചില സ്ഥലത്തൊക്കെ ചെന്നാല് എങ്ങനെയുണ്ട്, നിങ്ങളെ നാട്ടിൽ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ നാട്ടിലൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്, എങ്ങനെയുണ്ട്, ആള് കുഴപ്പമൊന്നുമില്ല, ആള് കുഴപ്പമൊന്നുമില്ല, നല്ല കുട്ടികളാണ്. ഉമ്മ ഉപ്പ മാതാപിതാക്കൾ ഇവരോട് കയർക്കുന്ന, ദേഷ്യപ്പെടുന്ന, മുതിർന്നവരോട് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. ശാന്തനാകുക. പള്ളിന്റെ ഉള്ളിൽ കൂടെ ഓടി തന്നെ. ഉസ്താദന്മാരില്ലാത്ത സമയത്ത് എന്തുക, പന്ത് കളി, ക്രിക്കറ്റ്, തലക്കിണിയൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെ പരിപാടികൾ. ഹിൽം, ശാന്തൻ. 5 ജൂദ്, വിദ്യാർത്ഥിയായ നമ്മുടെ വ്യക്തിത്വ വികാസനത്തിന് വേണ്ടിയായി പറയുന്നത്. അതെ, നമ്മുടെ പിന്നെ ജൂദ് എന്ന് പറഞ്ഞാൽ ധർമ്മം ചെയ്യാം. പഠിച്ചത് എന്ത് ചെയ്യാം? പഠിച്ചത് ധർമ്മം ചെയ്യാം. പഠിച്ചത് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക്. ഇന്റെ സീക്ക ഉസ്താദൊക്കെ എത്ര പറഞ്ഞെന്ന് അറിയുന്നത്, എത്ര കാര്യ, ഞാൻ എത്ര സംഗതികളാ പറഞ്ഞത്. ജൂദ്, അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് നൽകട്ടെ, മാതാപിതാക്കൾക്ക് നൽകട്ടെ. മരണപ്പെട്ടു പോയ പിതാവിന്റെ ബർക്കത്ത് കൊണ്ട്, അള്ളാഹു വല്ലിപ്പാന്റെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു തആല ഖൈറും ബർക്കത്തും നിഅമത്തും ഇൽമും നമുക്ക് കോരിച്ചൊരിഞ്ഞ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പം നമ്മൾ എന്ത് വേണം? നല്ലോണം ധർമ്മം ചെയ്യണം. നമ്മളെ കയ്യിൽ വാപ്പ ഗൾഫിലുണ്ടാവും. അപ്പം നമ്മളെന്താ ചായക്ക് ഒരു പരിപ്പടിയും ചായയും കുടിച്ച് പോയി എന്നിട്ട് ഇങ്ങനെ ഒറ്റക്ക് എന്താകുക, ഉണ്ടിയും ചായയും തിന്നുക, ബാക്കിയുള്ളവനോ അങ്ങനെ ഉലാത്തും ചെയ്യുക. അത് പറ്റൂല. ഇനിയും കൊണ്ടുവരിക, അവന് കഴിയുന്ന സഹായ സഹകരണങ്ങൾ ചെയ്യുക. 6-ാമത്തത് സിദ്ഖ്, സത്യസന്ധത. ഒരു മുതഅല്ലിം എന്ന നിലക്ക് മുതഅല്ലിം എല്ലാവർക്കും ഉണ്ടാകേണ്ട സംഗതിയാണ്. ഒരുപാട് വിശദീകരിക്കാനുള്ള സമയം വൈകിപ്പോകുന്നു, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സത്യസന്ധത, അതാണ് ഞാൻ നിങ്ങളെ ഒതുക്കേൽപ്പിച്ച യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, വകൂനൂ മഅസ് സ്വാദിഖീൻ, നിങ്ങൾ സത്യസന്ധന്മാരാകുവീൻ. 6-ാമത് സബ്ർ, ക്ഷമയുള്ളവരായിട്ട് നമ്മൾ മാറും. നല്ലോണം ക്ഷമിക്കണം. അതാണല്ലോ തുടക്കത്തിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമിക്കണേ, വസാബിറു, നല്ലോണം ക്ഷമിക്കണം, നല്ലോണം ക്ഷമിക്കുക. അതെ, പിന്നെ 7-8 ശുക്ർ, നന്ദി. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുന്ന, ഈ ഇൽമ പഠിക്കാൻ ഇത്ര സൗകര്യങ്ങൾ ചെയ്തെന്ന നമ്മുടെ കയ്യിലില്ല, ഉമ്മയും വാപ്പയും സഹായിച്ചിട്ടില്ല, നാട്ടുകാരാണ്, പഠിച്ചോനെ നിന്റെ ദീൻ പഠിക്കാൻ അവസരം തന്നു, ശുക്ർ, നന്ദി. നമ്മെ നാം ആക്കാൻ സഹായിച്ച ആളുകളോട് നന്ദിപൂർവമുള്ള പെരുമാറ്റം. 9 ലീൻ, മയം ചെയ്യുക. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കാണും, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം, എന്തൊക്കെ മോനെ വിശേഷങ്ങൾ, സന്തോഷല്ലേ? ബഹുമാനപ്പെട്ട ശൈഖുന അലിക്കുട്ടി ഉസ്താദൊക്കെ എന്തൊരു സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുക. നല്ല മയത്തില് പ്രകോപനാകരുത്, മയത്തിൽ സംസാരിക്കുക. 10 ബിർ എന്ന് പറഞ്ഞാൽ ഗുണം ചെയ്യുക, നന്മ ചെയ്യുക. ഒരു മരിച്ചോർത്തി നമ്മൾ വേണം, ഒരു കുഴിക്കപ്പരിയിൽ നമ്മൾ ഓതണം. അതുപോലെ തന്നെ അവിടെ വേണമെന്നേ. നമ്മൾ ആ സമൂഹത്തെ മുഴുവൻ എന്താകണം, നമ്മളൊരു മഹലിന്റെ ആളാണെന്ന് കൂട്ടിക്കോളി. അപ്പൊ നമ്മളൊരാളാണ്, ഒരു പരിപാടിയാണ്. അപ്പൊ വാതിൽക്കാൻ നിൽക്കണം. വാതിൽക്കാൻ നിന്ന ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് എന്താകും, ആൾക്കാരൊക്കെ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. 1000 ആളുണ്ടെങ്കിലും എന്താകും, ഉസ്താദിനെ കൈയെടുത്തിട്ടേ പോകുള്ളൂ. നമ്മളൊക്കെ ഹജ്ജ് ഉംറ ഗ്രൂപ്പ് നടത്തുന്ന ആളാണ്. വേഗം മുന്നിൽ ഇറങ്ങിയിട്ട് എന്താ, ആ വാതിൽക്കാൻ നമ്മൾ നിൽക്കും. ആ വാതിൽക്ക് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഉസ്താദ് എല്ലായിടത്തും ഉണ്ടില്ലേ, അതന്നെ. പിന്നെ നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മളെന്താ, ഓഫീസിന്റെ ആ റൂമിലേക്ക് പോകണതിന്റെ അവിടെ തന്നെ ഇരിക്കും. എന്തൊക്കെ വിശേഷം, സുഖം തന്നെയല്ലേ? എത്ര എളുപ്പമാണ്. അപ്പൊ നമ്മളെ കൊണ്ട് കഴിയുന്ന നന്മകൾ നമ്മൾ ചെയ്യാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖബർ കുഴിച്ചാൽ അള്ളാഹു സ്വർഗത്തിൽ ഒരു വീട് അവന് പണിതു കൊടുത്തു. മയ്യത്ത് കുളിപ്പിച്ചു കഴിഞ്ഞാലോ അവന്റെ ദോഷങ്ങളിൽ നിന്നും അവൻ പുറത്തുപോയി ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ. മയ്യത്തിന് കഫംപുട പുതച്ചാലോ അവന്റെ സ്വർഗത്തിൽ നിന്നും അള്ളാഹ് അവന് വസ്ത്രം ധരിപ്പിക്കും. ഇങ്ങനെയുള്ള പൊതുപ്രവർത്തന രംഗത്ത് നല്ല കാര്യങ്ങളിലേക്ക് സജീവമായ സാന്നിധ്യം നമ്മുടെ സംഘടനാ രംഗത്ത് ചലിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി നമ്മുടെ വിദ്യായത്വം, അത് ബഹുമാനപ്പെട്ട ദീൻ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ദീൻ, ആ ദീൻ നമുക്കിവിടെ കാണിച്ചു തന്ന ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ പാപ്പാന്റെ നേതൃത്വത്തിൽ. വരക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വരക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ വരക്കൽ തന്നെ, വരട. എന്താ മാഷിപ്പ വരക്കാണേ. എന്താണ് എനിക്ക് പണി? ഞാൻ ഇപ്പൊ എഞ്ചിനീയറിംഗാ, പ്ലാൻ വരക്കാണ്. എന്താ ഇവിടെ വരക്കൽ എന്താ ഇവിടെ? അബ്ദുറഹ്മാൻ ബഅലവി തങ്ങളാണ്. പിന്നെന്താ വരക്കൽ വന്നത്? അത് വെള്ളം കയറി, കടലാൻ കയറി വന്നു, എല്ലാം അക്രമമായി, ആകപ്പാടെ ബുദ്ധിമുട്ടായി. ജനങ്ങൾ വന്നു, വലിയ പ്രയാസം പറഞ്ഞു.
മഹാനായ അബ്ദുറഹ്മാൻ ബാലവി തങ്ങൾ പുതിയങ്ങാടി കടപ്പുറത്തിന് വന്നിട്ട് ഒരു വരൻ വരച്ചു. അതാ വരക്കല്. പോ കടലേ തുറന്നു, അങ്ങോട്ട് പോ, ഇങ്ങോട്ട് നിൽക്കണ്ടാണ്, കടലൊരറ്റ പോക്ക, അതാണ് വരക്കൽ. മസ്ജിദുൽ ജിന്നിന്റെ ഭാഗത്ത് നമുക്കറിയാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വര വരച്ചു. ആ വരയുടെ ഇപ്പുറത്ത് സഹാബി ദർസ് നടത്തുകയാണ്, അപ്പുറത്തോ ജിന്നുകളുണ്ട്. അതാണ് പാരമ്പര്യമാണ് വരക്കുക എന്നുള്ളത് മുമ്പുണ്ട്. അതാണ് അവർ കാണിച്ചു തന്ന ആ പ്രസ്ഥാനത്തിനോട് 100% വിദ്വേയത്വമുള്ളവരായിട്ട് നാം മാറണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇത് ഈ പറഞ്ഞ സംഗതി എന്ന് പറഞ്ഞാലേ ഇതിന്റെ വകയല്ല. സമീറുൽ മുഅ്മിനീൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്, അതിലുള്ളതാണ്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. എൻ്റെ കൂടെ നിങ്ങൾ ചൊല്ലുക. ഇന്നൽ മകാരിമ അബ്വാബുൻ മുസന്നഫത്തുൻ. പറയൂ. ഇന്നൽ മകാരിമ അബ്വാബുൻ മുസന്നഫത്തുൻ ഫൽഅഖ്ലു അവ്വലുഹാ വസ്സുംതു സാനിഹാ വൽ ഇൽമു സാലിസുഹാ വൽ ഹിൽമു റാബിഉഹാ. ബാക്കി വൽ ജൂദു ഖാമിസുഹാ വസ്സിദ്ഖു സാദിസുഹാ വസ്സബ്റു സാബിഉഹാ والشكر ثامنها واللين تاسعها والبر عاشرها إن المكارم أبواب مصنفة فالعقل ചെല്ലും നിങ്ങൾ ഒന്നിച്ചും ചെല്ലി. നിങ്ങൾ എഴുതി ചില കുറിച്ചിട്ടില്ലേ? നിങ്ങൾ ചെല്ലിയാൽ മതി കേട്ടോ. അതിന്റെ തുടക്കം, ആ ബൈത്തിന്റെ തുടക്കം ഇന്നൽ മകാരിമ അബ്വാബുൻ മുസന്നഫത്തുൻ ഫൽഅഖ്ലു അവ്വലു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ ഈ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. രാവിലെയും വൈകുന്നേരവും മക്കളെ അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി മിൻ ശർരി മാ ഖലഖ് എന്ന് 3 വട്ടം പറയാ. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ 3 വട്ടം സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷം ചൊല്ലിക്കഴിഞ്ഞാൽ അത് മതി എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു.